Hi guys, welcome back to Edupod Practical Session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസൊണൻസ് കോളം എന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. രണ്ട് എക്സ്പെരിമെന്റ് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടാൻ പോവാണ്. അതായത് ഇതിന്റെ രണ്ടിന്റെയും പ്രൊസീജിയർ എന്താണ്, സെയിം ആണ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എയിം ആണ് എന്നേ ഉള്ളൂ. അതായത് ഒന്നാമത്തതില് നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയെന്നുള്ളതും രണ്ടാമത്തത് റേഷ്യോ ഓഫ് ട്യൂണിംഗ് ഫോർക്ക് എത്രയെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അപ്പാരറ്റസ് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം. അതായത് ഇതാണ് നമ്മുടെ റെസൊണൻസ് കോളം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലൂടെ ഇവിടെ ഏതാ ഒരു വാട്ടർ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീറ്റർ സ്കെയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ റബ്ബർ ഹാമർ, ദെൻ ട്യൂണിംഗ് ഫോർക്ക് ഒക്കെയാണ് നമുക്ക് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലെ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ആയിട്ട് വേണ്ടത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാം എന്നുള്ള ആദ്യത്തെ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. റെഡി? അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് റൂം ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളാണ്. അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞു. തിയറി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ റൂം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് VT = 2n × L2 - L1 എന്ന് പറഞ്ഞാൽ. n എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആണ്. L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസൊനേറ്റ് ലെങ്ത്, L2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റെസൊനേറ്റ് ലെങ്ത്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, സാറ് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്, VT - 0.6 × T എന്ന് പറഞ്ഞാൽ, വേർ T is the room temperature. ഇപ്പോഴുള്ള റൂം ടെമ്പറേച്ചർ എത്രയാണോ അതാണ് എന്ത്, സ്മോൾ ലെറ്റർ T എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാബുലാർ കോളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയൽ ആണ്, ദെൻ ട്യൂണിംഗ് ഫോർക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആണ്. ദെൻ ഫസ്റ്റ് റെസൊനന്റ് ലെങ്ത്, സെക്കൻഡ് റെസൊനന്റ് ലെങ്ത്, അതിന്റെ മീൻ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിന് സെക്കൻഡ് റെസൊണൻസ് കോളത്തിന്റെ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നോക്കാം. റെഡി? ഓക്കെ. അപ്പൊ നമ്മൾ 3 ട്യൂണിംഗ് ഫോർക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് റെസൊണൻസ് ഡിഫറെന്റ് ഉള്ള 3 ട്യൂണിംഗ് ഫോർക്ക്. ഫസ്റ്റ് ഞാൻ 512 ഹെർട്സ്, ദെൻ 480, 426 എന്നുള്ള 3 ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. 512 ഹെർട്സ് ആണ് നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് സാറ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഇതിലേക്ക് വെച്ച് അടിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസൊണൻസ് കണ്ടീഷനിൽ മാക്സിമം സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതാ ജസ്റ്റ് അടിച്ചപ്പോൾ എനിക്കിതാ ഒരു സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. റെഡി അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ലെങ്ത് ഇങ്ങനെ മാറ്റാൻ പോവാണ്. അത് ലെങ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം പിടിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ താഴ്ത്താൻ പോവാണ്. ഓക്കെ അല്ലേ? അങ്ങനെ താഴ്ത്തുമ്പോൾ ഇപ്പൊ എനിക്കിതാ ചെറുതായിട്ടൊരു സൗണ്ട് കേട്ടു അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും കുറച്ചും കൂടെ താഴ്ത്തി നോക്കുകയാണ്. അപ്പൊ സൗണ്ട് കൂടി. ഓക്കെ അല്ലേ? കുറച്ചും കൂടെ പൊന്തി നോക്കുക. മാക്സിമം സൗണ്ട് കിട്ടുന്ന പൊസിഷനാണ് നമുക്ക് വേണ്ടത്. അതാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇപ്പൊ സൗണ്ട് വീണ്ടും ആ ഒരു ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം സൗണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ മുകളിലേക്ക് കൊടുത്തപ്പോൾ വീണ്ടും സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും താഴേക്കാക്കാണ്. ഓക്കെ, കുറച്ച് താഴേക്കാക്കി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മാക്സിമം സൗണ്ട് കിട്ടുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുള്ള പൊസിഷൻ. ഓക്കെ അല്ലേ? അതിലാണ് നമ്മൾ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ലെങ്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ഈ വാട്ടർ ലെവൽ ഉണ്ടല്ലോ അല്ലേ, ഇതിൽ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് വാട്ടർ ലെവൽ കാണാൻ പറ്റും. ആ വാട്ടർ ലെവലിന് നേരെയുള്ള ഇവിടെയുള്ള ലെങ്ത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 16.5 നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് വാല്യൂ കിട്ടുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 15.5 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ആ വാല്യൂ നമ്മളെ നോട്ടിൽ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ട്രയൽ നമ്പർ 1 നമ്മൾ ഉപയോഗിച്ചുള്ളത് 512 ഹെർട്സ് ആണ്, 512 ഹെർട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 16.5 ആണ്. ഓക്കെ. ഇനി ഇതിലെ സെക്കൻഡ് എന്ന് കാണാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെയുള്ള റെസൊനേറ്റിംഗ് ലെങ്ത് അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഉറപ്പ് വരുത്താൻ പോവാണ്. അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വീണ്ടും അടിച്ചു നോക്കാൻ പോവാണ്. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കുറച്ച് മുകളിലേക്കാക്കിയാൽ കൂടുതൽ കിട്ടുന്നുണ്ടോ ജസ്റ്റ് നോക്കി നോക്കട്ടെ.
ഓക്കെ, ഓൾമോസ്റ്റ് കുറഞ്ഞ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം കിട്ടുന്ന പൊസിഷൻ തന്നെയാണ്. ഞാൻ വീണ്ടും അതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള വാല്യൂ എഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 16.5 തന്നെയാണ് നമ്മളെ മാക്സിമം വാല്യൂ കിട്ടുന്നത്. അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളെ നോട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ 512 ഹെഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയുള്ള ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 16.5 ആയിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൽ സെക്കൻഡ് എന്നുള്ളൊരു കോളം കാണുന്നുണ്ട്. അതായത് ഈ സെയിം പൊസിഷനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമ്മൾ മാക്സിമം സൗണ്ട് കിട്ടുന്ന ആ ഒരു പൊസിഷൻ ഇത് തന്നെയല്ലേ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പ് വരുത്താണ്. അല്ലെങ്കിൽ ചെറിയ പോയിന്റിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 16.5 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ L1 എന്ന് പറഞ്ഞാൽ എത്രയാടാ, 16.5 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് അതെങ്ങനെ കിട്ടും എന്നുള്ളത്, അതായത് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് നമ്മളിത് ഇങ്ങനെ ഉയർത്തി എവിടെയാണ് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ പോലും നമുക്കില്ല. കാരണം ഓരോ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിച്ചു നോക്കണം. അപ്പോൾ കുറേ സമയം എടുക്കും അല്ലേ? പക്ഷേ നമുക്കറിയാം ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് പൈപ്പാണ് അല്ലേ? ക്ലോസ്ഡ് പൈപ്പിന്റെ ഫ്രീക്വൻസിയുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റിയുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാടാ, 1:3:5 ആണ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ 3 ടൈംസ് ആയിരിക്കും നമ്മുടെ അടുത്ത റെസൊനേറ്റിംഗ് ലെങ്ത് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് 16.5 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു 49 സംതിങ്ങിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത റെസൊനേറ്റിംഗ് ലെങ്ത് കിട്ടുക എന്നുള്ളതാണ്. കറക്റ്റ് നമുക്ക് 49 കിട്ടണമെന്നില്ല, കാരണം എന്താ, ചെറിയ എററുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എവിടെയാണ് റെസൊനൻസ് കിട്ടുക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 49 അല്ലെങ്കിൽ 48ലേക്ക് നമ്മുടെ ഈ ഒരു ലെങ്ത്തിന് എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റ് ആക്കാൻ പോവാണ്. ഒരു 48ലേക്കാണ് സെറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, 42 43 ഒക്കെ ആയി. ഇപ്പോൾ 48 ആയി അല്ലേ? 40 വാട്ടർ ലെവലുമായിട്ട് 48 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്, ട്യൂണിംഗ് ഫോർക്കിന് എഗെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് മാക്സിമം സൗണ്ട് കിട്ടുന്ന പൊസിഷൻ ഏതാ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും എന്ത് ചെയ്യാണ്, ഹൈറ്റ് കൂട്ടി നോക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം സൗണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് വെച്ച് നോക്കട്ടെ മാക്സിമം സൗണ്ട്. ഓക്കെ, സൗണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും താഴെ വരിക. അപ്പോൾ താഴെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സൗണ്ട് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം സൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം, നമുക്ക് ഒരു ഉറപ്പ് വരുത്താലോ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മാക്സിമം സൗണ്ട്. വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. ഓക്കെ, ആ ലെങ്ത് ആണ് നമ്മുടെ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എത്രയാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ 53.5 നമുക്ക് എന്തുണ്ട്, വാട്ടർ ലെവലുമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു എറർ ഉണ്ടായത് കാരണമാണ് ഈ ഒരു 53.5ലേക്ക് നമ്മുടെ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എത്തിയിട്ടുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് നോട്ട് ചെയ്യാൻ പോവാണേ. അതായത് നമ്മുടെ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് നമുക്ക് കിട്ടിയുള്ളത് 53.5 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്ത് നോക്കാൻ പോവാണ്. കറക്റ്റ് പൊസിഷൻ അതല്ലേ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് താഴ്ത്തി നോക്കാം അല്ലേ, കറക്റ്റ് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മാക്സിമം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് ഞാൻ അടുത്തായിട്ട് മെഷർ ചെയ്യാൻ പോകുന്നത്. ആ പോയിന്റ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, 53.5 തന്നെയാണ് നമുക്ക് എഗെയിൻ നമ്മുടെ വാല്യൂ കിട്ടുന്നത് അല്ലേ? അത് എന്ത് ചെയ്യാൻ പോവാണ്, നോട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് 53.5 തന്നെയാണ്. അങ്ങനെ മീൻ L2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, 53.5 ആണ്. ഈ ഒരു സെയിം എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ നമ്മൾ 480 ഹെഡ്സിനും അതേപോലെ തന്നെ നമ്മുടെ 426 ഹെഡ്സിനും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് എക്സാമിന് നിങ്ങൾക്ക് 3 ട്യൂണിംഗ് ഫോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ വാല്യൂസ് ആണ് ഇനി അടുത്ത സാറ് ചെയ്യാൻ പോകുന്നത്. 480 എന്ത് വരുന്നു, 426 എന്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ് 480 426 സാറ് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലേക്ക് ചെയ്യാൻ പോവാണേ.
അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ആണ് 512 ഹെഡ്സിൻ്റെയും 480 ഹെഡ്സിൻ്റെയും 426 ഞാൻ എന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് VT ഈസ് ഈക്വൽ ടു 2 × N. N ആണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. ദാറ്റ് ഈസ് 2 × 512 × L2 മൈനസ് L1 എന്താ എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് കേസിൽ L2 എന്ന് പറഞ്ഞാൽ 53.5 L1 എന്ന് പറഞ്ഞാൽ 16.5 ആണ്. ദാറ്റ് ഈസ് 53.5 മൈനസ് 16.5 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കിതിൻ്റെ വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് 3788 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് എൻ്റെ VT കിട്ടുന്നത്. ഇനി സെക്കൻഡ് കേസിലുള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ എത്ര കിട്ടുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് 2 × നമ്മൾ 480 ഹെഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത് 480 × ദെൻ L2 എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 54.5 L1 എന്ന് പറഞ്ഞാൽ 17.3 ആണ്. 54.5 മൈനസ് 17.3 ഓക്കെ അല്ലേ? അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 35712 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അതായത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പോൾ സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ കിട്ടുന്ന വാല്യൂന്റെ മീൻ വാല്യൂ ഞാൻ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 35712 പ്ലസ് 37888 അല്ലേ? 37888 ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത് 36800 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36800 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 368 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ദാറ്റ് ഈസ് 36800 × 10⁻² എന്ന് പറയുമ്പോൾ 368 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്തായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചർ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 32 ഡിഗ്രി ഞാൻ എടുക്കുകയാണ്. 32 ഡിഗ്രി സെൽഷ്യസ് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് അത് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. VT നമുക്ക് മീൻ വാല്യൂ കിട്ടിയുള്ളത് 368 ആണ് അല്ലേ? 368 മൈനസ് 0.6 × T എന്ന് പറഞ്ഞാൽ എത്രടാ? 32 ആണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഓൾമോസ്റ്റ് 348.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ വാല്യൂ 368 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. ഇനിയിപ്പോൾ അത് 426 കൂടെ ചെയ്യുമ്പോൾ വീണ്ടും അത് കുറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 330 340 മീറ്റർ പെർ സെക്കൻഡിന് അടുത്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. റെഡി ആണല്ലോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ്. ഇനി സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നമുക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്, സെയിം വാല്യൂ തന്നെ നമ്മൾ എടുത്താൽ മതി. റേഷ്യോ ഓഫ് ഫ്രീക്വൻസിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാബുലാർ കോളവും അതിന്റെ എയിം എന്താണെന്നുള്ളത്, അതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് കമ്പയർ ദ ഫ്രീക്വൻസീസ് ഓഫ് ട്യൂണിംഗ് ഫോക്സ് ആണ്. അപ്പോൾ തിയറി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് N1/N2, അതായത് ഫസ്റ്റ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ സെക്കൻഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു L2 ഡാഷ് മൈനസ് L1 ഡാഷ് ഡിവൈഡ് ബൈ L2 മൈനസ് L1 ആണ്. ഇതിൽ എന്താണ് L2 ഡാഷ്, എന്താണ് L1 ഡാഷ്, എന്താണ് L2 L1 എന്നുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിലേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയാണ്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 512 അതേപോലെ 480 ഹെഡ്സും ആണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസൊണന്റ് ലെങ്ത് ഉണ്ട്, സെക്കൻഡ് റെസൊണന്റ് ലെങ്ത് ഉണ്ട് അല്ലേ? ആ വാല്യൂസ് ഒക്കെ ഞാനിവിടെ കോപ്പി ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസൊണന്റ് ലെങ്ത് നമുക്ക് മീൻ വാല്യൂ ഓഫ് L1 16.5 കിട്ടി. ഏത് ഹെഡ്സ് ഉപയോഗിച്ചപ്പോഴാണ്? 512 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചപ്പോൾ അല്ലേ? ദെൻ അതിന്റെ സെക്കൻഡ് റെസൊണന്റ് ലെങ്ത് L2 53.5 നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന 480യുടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ L1 ഡാഷ്, അതിന്റെ മീൻ വാല്യൂ L1 ഡാഷും L2 ഡാഷും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്? ഇക്വേഷനിലുള്ളത് അല്ലേ? L2 ഡാഷ്, L1 ഡാഷ്, L2 L1 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അത് വെച്ചിട്ട് അതിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് N1/N2 ഈസ് ഈക്വൽ ടു L2 ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 54.5 മൈനസ് L1 ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 17.3 ഡിവൈഡഡ് ബൈ അടുത്തത് L2 എന്ന് പറഞ്ഞാൽ 53.5 മൈനസ് 16.5 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.005 ആണ്.
ഓക്കെ, അതായത് 1 തന്നെയാണ് എനിക്കിന്ന് ഇവരുടെ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എനിക്ക് ഇന്ന് കിട്ടുന്നത്. അതായത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ 2 ടോണിക് ഫോർക്സ് ഈസ് 1 എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് ഫൈനൽ ആൻസർ ആയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ റെസൊണൻസ് കോളത്തിന്റെ 2 എക്സ്പെരിമെന്റും. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് എന്ത് റെസൊണൻസ് കോളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് അടിക്കുക, സൗണ്ട് കേൾക്കുക, ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സൗണ്ട് കിട്ടുന്ന ആ ഒരു പൊസിഷൻ മാത്രം എടുക്കുക, എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. റെഡി ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.